ശ്രീ ടി പി സെൻകുമാർ, ഈ ഗവർണറുടെ എല്ലാ യാത്രാ വിവരങ്ങളും ചോരുന്നതായിട്ടാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് SFI നേതാക്കൾക്ക്, DYFI നേതാക്കൾക്ക്, CPM ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വിവരങ്ങളെല്ലാം ചോർത്ത് നൽകുന്നു എന്നുള്ള റിപ്പോർട്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, ചോർത്തുന്ന ഉദ്യോഗസ്ഥരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധ്യമാകണമല്ലോ. അപ്പൊ ഇത് ചോർത്തി കൊടുക്കുന്ന അവരുടെ ഫോൺ അനുസരിച്ചോ അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് മെസ്സേജ് കിട്ടിയതെന്നനുസരിച്ചോ അത് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അതിനെതിരെ ശിക്ഷാ നടപടി എടുത്താൽ മാത്രമേ അത് നിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അത് സീനിയർ ഓഫീസേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ നിന്നാണ് ചോരുന്നത് എന്നുള്ളത് അവർ കണ്ടുപിടിക്കണം. പക്ഷേ ശ്രീ ടി പി സെൻകുമാർ, ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം കഴിഞ്ഞ ദിവസം തന്നെ SFI, പോലീസ് അവർ തമ്മിലുള്ള ഒരു വിഷയം പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. SFI നേതാക്കൾ എന്ന് തൊടാൻ പോലും പോലീസ് അറയ്ക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ആരെങ്കിലും വിവരങ്ങൾ ചോർത്ത് നൽകുന്നുണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയാലും ഒരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് അവർക്ക് തന്നെ നടപടി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളല്ലോ. അപ്പൊ അവരുടെ താഴെയുള്ള സർക്കിൾ ഇൻസ്പെക്ടറുള്ള ഓഫീസേഴ്സിന് DGPക്ക് വരെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കാവുന്നതുള്ളൂ, സസ്പെൻഷൻ അടക്കം. അപ്പൊ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ സസ്പെൻഷനും ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും എടുക്കണം. അതിന് ഗവൺമെന്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല.